അരുൺ ഈ വിഷയത്തിൽ ഈ ബി.ജെ.പി. പ്രതിനിധിക്ക് അവർക്കെതിരെ ഉയരുന്ന വിഷയങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരെ ഒന്ന് ഇത് യാദൃച്ഛികമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, വളരെ ആസൂത്രിതമായി ഒരു ലോക്സഭാ മണ്ഡലം പിടിക്കും വിധത്തിലേക്ക് വളരെ ആസൂത്രിതമായി തന്നെയാണ് തൃശ്ശൂരിനെ സമീപിച്ചത് എന്ന രീതി കുറെ കൂടി വെളിപ്പെടുകയാണോ? അതിന് മറുപടിയാകും വിധത്തിലേക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ബി.ജെ.പി. വാദം നിലനിൽക്കുമോ? താങ്കളുടെ ഭാഗം എന്താണ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട ബി.ജെ.പിയുടെ പ്രതിനിധി പറഞ്ഞത് CPM-നൊക്കെ വളരെ സംഘടനാ സംവിധാനമുണ്ട്, കേഡർ പാർട്ടിയാണ്, CPM വേണ്ടത്ര തരത്തിൽ ചെറുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. ഇപ്പോൾ വി മുരളീധരൻ അവിടെ ദേശീയ നിർവാഹക സമിതി അംഗം തന്നെ പറയുന്നു, ഇപ്പൊ പുറത്തു വന്ന വോട്ടല്ലേ കള്ളവോട്ടുള്ളൂ, ബാക്കിയുണ്ടല്ലോ ഭൂരിപക്ഷത്തിൽ എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസവും അങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ കൃത്യമായി ബി.ജെ.പി. തന്നെ അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. അത് നിങ്ങൾ നോക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശരിക്കും വിലക്കെടുത്ത് സമ്മർദ്ദത്താൽ അവർ ചെയ്തിരിക്കുന്ന ഈ ജനാധിപത്യത്തെ തകർക്കുന്ന നടപടിക്കെതിരായിട്ടാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ബീഹാറിൽ എന്താ അവരുടെ പോളിസി എന്താ? ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കണം. 1969 ജനനവും മരണവും രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത്. അതിനു മുമ്പുള്ള ആളുകൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ മറ്റേത് രേഖ കൊടുത്താലും പറ്റില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇടപെട്ട് പല ഘട്ടത്തിലും ഇന്ന രേഖ കൂടി പരിശോധിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ബീഹാറിൽ കാണുന്നത്. അപ്പോൾ തങ്ങൾക്ക് വേണ്ട വിധം ചില സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ വേണം, വോട്ടപ്പട്ടികയിൽ തുടരണം, നിലവിലുള്ള ആളുകൾക്ക് തുടരാൻ വേണ്ടി ഇന്നൊക്കെ രേഖ വേണം. തങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റു മണ്ഡലങ്ങളിൽ ഒരു പോസ്റ്റ് കാർഡ് കാണിച്ചാൽ അവരെയൊക്കെ വോട്ടപ്പട്ടികയിൽ ചേർക്കാം. ഒരാൾ പോലും അറിയാതെ പല ഫ്ലാറ്റുകളിലും 9, 10, 20 വോട്ട് ചേർക്കുകയാണ്. ആ വീട്ടമ്മ തന്നെ പരാതി കൊടുത്തിട്ട് അപ്പം ഡിലീറ്റ് ചെയ്യണ്ടേ? എവിടെ നിന്ന് രേഖ കൊണ്ടുവന്നു? ആ വാർഡ്, അതിൽ തന്നെ അതിൽ കൃത്യമായിട്ട് ബൂത്ത്, അതിൽ ഫ്ലാറ്റിൻ്റെ കൃത്യമായിട്ട് ഫ്ലാറ്റ് നമ്പർ, അപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഫ്ലാറ്റ് നമ്പർ കൃത്യമായിട്ടുണ്ട്. അവിടെ 9 വോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ആളെ താമസിക്കുന്നുള്ളൂ. ഇവരാര് എന്ന് കണ്ടുപിടിച്ച് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇത് കരട് പട്ടികയാണ്, ഫൈനൽ പട്ടികയാണെന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഇതിൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. പിന്നെ ഈ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്രയും വോട്ട് വന്നിരിക്കുന്നു, ഡ്രൈവർക്ക് ഇങ്ങനെ വോട്ട് വന്നിരിക്കുന്നു എന്ന രൂപത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ഗൂഢാലോചന എന്ന് തുടങ്ങിയതാ? എന്തുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചിട്ട് ഒരക്ഷരം പോലും ഉരിയാടാതെ അദ്ദേഹം വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടല്ലോ? ഏത് സാഹചര്യം വരുമ്പോഴും വലിയ തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ആളായിരുന്നല്ലോ. കൃത്യമായി തെളിവ് വെച്ചുള്ള ചോദ്യം വരും എന്ന് ബോധ്യപ്പെട്ടപ്പോഴല്ലേ ഒരക്ഷരം പോലും കമാ എന്ന് സംസാരിക്കാതെ അദ്ദേഹം പോകുന്ന ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചോദ്യം അരുൺ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാന്ന്, നിങ്ങളൊക്കെ ആരാ എന്നെങ്കിലും മിനിമം ചോദിക്കും. ഇന്ന് ഏതായാലും അതിനും നിന്നില്ല സുരേഷ് ഗോപി ദില്ലിയിൽ. അതെ, അത് തൻ്റെ കയ്യിൽ ഒരു വാദമില്ല എന്നും തനിക്കെതിരെ വന്നിരിക്കുന്ന തെളിവുകൾ അത്ര ആധികാരികമാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് വന്നു കാണും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇതേ സ്ട്രാറ്റജി തന്നെ ബി.ജെ.പി. തുടരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്ന ദിവസം എന്ന് കഴിഞ്ഞാലും സ്കൂട്ടണി നടക്കുകയാണ്. സൂക്ഷ്മമായിട്ടുള്ള പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതാണ്. കാരണം അവിടെ താമസിക്കാത്ത നിരവധി ആളുകളെ മറ്റു ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന് പല രൂപത്തിൽ തട്ടിപ്പിലൂടെ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഏതെങ്കിലും സ്ഥലമുണ്ടെന്നോ ഒരു വാടക വീടുണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല, വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരിടത്തും വോട്ടില്ല എന്നും ഇവിടെ പെർമനന്റ് റെസിഡന്റായിട്ട് മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ഉള്ള സംവിധാനം വേണം. അതിന് പലതരത്തിലും ഉദ്യോഗസ്ഥന്മാരെ വരെ ചാക്കിട്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം അടുത്ത കാലത്ത് നാം കാണുകയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചാൽ മാത്രമേ കേരളത്തിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയൂ, മറ്റു പല സംസ്ഥാനങ്ങളിലും ജയിച്ച ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉള്ള സാഹചര്യം നിലനിർത്താൻ കഴിയൂ എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വോട്ടർ പട്ടികയ്ക്കെതിരെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇടക്കാലത്തെ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പല ആക്ഷേപങ്ങൾക്കും മറുപടി പറയാതെ ഇലക്ഷൻ കമ്മീഷൻ ആരാണോ ഈ പരാതി ഉന്നയിക്കുന്നത് അവരെ ആക്ഷേപിക്കാനും വെല്ലുവിളിക്കാനും നടത്തുന്ന ശ്രമമാണ് നാം കാണുന്നത്. ഇപ്പോൾ നേരിട്ട് കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും, കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരാതി പോലീസിന് റഫർ ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടും സത്യവാങ്മൂലം എഴുതി തരണമെന്നെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിരട്ടുന്ന ഒരു രീതി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് NDAയുടെ ഒരു ഘടകകക്ഷിയാണോ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ന് സാധാരണക്കാരായ പൗരന്മാർ സംശയിച്ചാൽ
അത് തെറ്റു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലെ സാഹചര്യം പോകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ കൃത്യമായിട്ടുള്ള വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കൊടുത്ത പരാതി, അതുപോലെ തന്നെ ശ്രീ കെ പി രാജേന്ദ്രൻ LDF-ന് വേണ്ടി കൊടുത്ത പരാതിയുമെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. ആ പരാതിയിലെല്ലാം കൃത്യസമയത്ത് തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫലപ്രദമായിട്ടുള്ള നടപടി എടുക്കേണ്ട സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ കുറ്റകരമായിട്ടുള്ള മൗനം പാലിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് CPM കേഡർ പാർട്ടി സജീവമായിട്ട് ഇടപെട്ടില്ല, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഇടപെട്ടില്ല, 11 വോട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് വോട്ടല്ലേ ഉള്ളൂ എന്ന രൂപത്തിൽ അതിനെ നിസാരവൽക്കരിക്കാൻ BJP നേതാക്കന്മാർ എത്ര ശ്രമിച്ചാലും ഒരു കാര്യമുണ്ട്, ജനം ശക്തമായി പ്രതികരിക്കും. അതെ, പക്ഷേ ജിതിൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിനകത്ത് BJP ഈ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പുതിയ തന്ത്രങ്ങൾ അത് ആ നിലയിൽ തിരിച്ചറിയേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യം CPI-ഉം മനസ്സിലാക്കുന്നുണ്ടോ? കാരണം തൃശ്ശൂരിൽ പരാതിയൊക്കെ കൊടുത്തു എന്നിരിക്കലും പിന്നീട് അത് ശക്തമായ അതൊരു തെരഞ്ഞെടുപ്പ് ഹർജിയായി പോലും പോയിട്ടില്ല എന്ന വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു, വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് അത്തരമൊരു നീക്കം BJP നടത്തുന്നു. അപ്പോൾ നല്ലതുപോലെ കണ്ണു തുറന്ന് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരു അനുഭവം തൃശ്ശൂരിലെ ഈ പുതിയ വിവരങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? ഉണ്ട്, കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം, അതിവേഗം നഗരവൽക്കരണം വിപുലപ്പെട്ട് വരികയാണ്. നമ്മുടെ ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളായിട്ട് മാറുന്നു. നിരവധി അപ്പാർട്ട്മെന്റുകളും ഫ്ളാറ്റുകളും വരുന്നു. ഈ ഫ്ളാറ്റുകളിലെല്ലാം ഒരു പ്രശ്നം, വലിയ തരത്തിൽ പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കോ പൊതുപ്രവർത്തകർക്കോ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം പല ഫ്ളാറ്റുകളിലും അസോസിയേഷൻ നിയന്ത്രണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ സാഹചര്യത്തെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് കാണുന്നത്. കുറവുകൾ പരിഹരിക്കും, വളരെ സൂക്ഷ്മതയോടെ എല്ലാ ഫ്ളാറ്റുകളിലും ഇടപെടും. ഇത്തരത്തിൽ ഒരു സ്ട്രാറ്റജി BJP വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ ചെയ്യാനുള്ള നീക്കത്തെ ശക്തമായി ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതയായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. അതിലൊരു കുറവും വരില്ല.